ഇന്നിവിടെ പറയാൻ പോകുന്നത് ചെക്ക് Q&A എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ഇതിൽ നമുക്ക് സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി നമുക്ക് മണി ഏൺ ചെയ്യാം. അപ്പൊ അതാണ് ചെക്ക് Q&A എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ഒരു സ്റ്റുഡന്റ് ലേണിംഗ് ടെക്നോളജി ആപ്പാണ്. അപ്പൊ ഇതിൽ കൂടി സ്റ്റുഡൻസ് അവരുടെ ഡൗട്ട്സ് സബ്മിറ്റ് ചെയ്യും. ഇത് Q&A എക്സ്പെർട്ട് കൂടാണ്ട് ചെക്ക് ട്യൂട്ടറും ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ചെക്ക് Q&A എക്സ്പെർട്ട് എങ്ങനെ ആകുന്നതെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വാട്ട് യു ഹാവ് ടു ഡു ആസ് എ ചെക്ക് Q&A എക്സ്പെർട്ട്. Q&A എക്സ്പെർട്ടിൽ നിന്നും അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്, അതായത് സ്റ്റുഡൻസ് വേൾഡ് വൈഡ് ഉള്ള സ്റ്റുഡൻസ് ഇതിൽ അവരുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻസ് അവർ സബ്മിറ്റ് ചെയ്യും. അപ്പൊ ആസ് എ ചെക്ക് Q&A എക്സ്പെർട്ട് നമ്മൾ അതിന്റെ ആൻസർ എഴുതി അല്ലെങ്കിൽ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ടൈപ്പ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് Q&A എക്സ്പെർട്ടിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആകും. അത് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ ആ ഡാഷ്ബോർഡിൽ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമുക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരും. നമ്മുടെ ഡാഷ്ബോർഡിൽ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് 10 minutes ഉണ്ട്. അപ്പോൾ സപ്പോസ് നമ്മൾക്ക് ഇപ്പോ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഇനഫ് ഡേറ്റ ഇല്ലാതെ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രോപ്പർ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം, ആൻസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആൻസറിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ആൻസർ വിതിൻ 2 hours 2 hours ടൈം ഉണ്ട്. 2 hours ടൈമിൽ നമ്മൾ അതിന്റെ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യാം. എഴുതിയിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനാണ് നമ്മുടെ ആൻസേഴ്സ് സബ്മിറ്റ് ആകുന്നത്. അപ്പൊ സ്റ്റുഡൻസ് നമ്മുടെ ആൻസറിനെ റേറ്റ് ചെയ്യും. ആ റേറ്റിംഗ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെഗ്ഗിൽ ജോയിൻ ചെയ്യുമ്പോൾ അവര് നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഉണ്ടാകും നമ്മുടെ ആൻസേഴ്സിന്റെ നിലവാരം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ യൂഷ്വലി വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണം. പൈസ ഏൺ ചെയ്യാം എന്നുള്ള ഒരു റീസൺ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് പ്രോപ്പർ ആൻസേഴ്സ് അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബാഡ് റേറ്റിംഗ്സ് വരും. അപ്പൊ അത് നമ്മുടെ പ്രൊഫൈലിനെ എഫക്ട് ചെയ്യും. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ റേറ്റിംഗ്സ് വളരെ ലോ ആണ്, 2, 1 ഇങ്ങനെ നമുക്ക് റേറ്റിംഗ്സ് വരികയാണെങ്കിൽ അത് നല്ലൊരു ഇതല്ല. അപ്പൊ നമ്മളുടെ പ്രൊഫൈല് അതിൻ്റെ അകത്ത് നല്ല ഇതായിട്ട് കാണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോപ്പർലി അറിയാവുന്നതും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാവുന്നതുമായ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണം. അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ അതിന്റെ ആൻസർ നീറ്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ആൻസർ എഴുതി പക്ഷെ അത് റീഡബിൾ അല്ല, അതല്ലെങ്കിൽ ശരിക്കും വായിക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ അതിന് ബാഡ് റേറ്റിംഗ്സ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നീറ്റായി ആരത് വായിച്ചാലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഫോർമുലാസ്, ഇപ്പൊ സപ്പോസ് മാത്സ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയത് എങ്ങനെയെന്നുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻ ബ്രാക്കറ്റ്സിൽ കൊടുത്ത് അങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻസർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡന്റ് ആൻസർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അത് വാലിഡ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ്, ഈ ചെഗ്ഗിൽ Q&A എക്സ്പെർട്ട് ആകാനായിട്ട് നമ്മൾ എന്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമുക്ക് ആർക്കൊക്കെ ഈ Q&A എക്സ്പെർട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ യൂഷ്വലി ഏത് ഫീൽഡിലെ ഒരു ഗ്രാജുവേറ്റിനും, അത് എഞ്ചിനീയറിംഗ് ആകട്ടെ, സയൻസ് ആകട്ടെ, ഏത് ഫീൽഡ് ആകട്ടെ, BCom, BSc, എനിത്തിങ്, അപ്പൊ അത് എല്ലാവർക്കും ഇതിന് Q&A എക്സ്പെർട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ ഫൈനൽ ഇയർ ആയിരിക്കുന്ന സ്റ്റുഡൻസിനും Q&A എക്സ്പെർട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ Q&A എക്സ്പെർട്ട് ആയിട്ട്
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കുറച്ച് രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അത് ഈ വീഡിയോയിൽ അതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഈ ഫസ്റ്റ് അതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നെയിം, ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആകും. അതെല്ലാം നമ്മൾ അവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ Q&A എക്സ്പേർട്ട് ആകണത്, ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോ ഇനി അടുത്തത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഇമെയിൽ ID വെച്ച് നമ്മൾ സൈൻ അപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നമ്മൾ Q&A എക്സ്പേർട്ട് ആകാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പിന്നെ നമ്മളെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഡിഗ്രി എന്താണോ അത്, അത്തരം ഡീറ്റെയിൽസ് അത് നമ്മൾ ഒരു പ്രാവശ്യം സൈൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ അത് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആകും. ആ വിൻഡോയിൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ Q&A എക്സ്പേർട്ട് ആകാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റിനുള്ള ഒരു ടെസ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് സ്ക്രീനിൽ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ള ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോ ഈ ടെസ്റ്റില് നമ്മൾ അറ്റ്ലീസ്റ്റ് MCQ ക്വസ്റ്റ്യൻസ്, അപ്പൊ അതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 10 നമ്മൾ അറ്റ്ലീസ്റ്റ് 6 കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ 6 അല്ല 7 ഔട്ട് ഓഫ് 10 നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ നമ്മുടെ ആൻസേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത അതിൽ നമ്മൾ സെലക്ട് ആയോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അവര് കാണിക്കും. അപ്പോൾ അതിൽ സെലക്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു അറ്റംപ്റ്റ് കൂടി ചെയ്യാം. അത് അപ്പൊ തന്നെയല്ല, ഇനി 24 hours എത്രയോ കഴിഞ്ഞിട്ട് വേണം, അത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സപ്പോസ് ഈ ആദ്യത്തെ നമ്മുടെ സബ്ജക്ട് ടെസ്റ്റ് ക്ലിയർ ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് ഒരു വേറൊരു 20 MCQs വരുന്ന ഇനി ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അതിൽ നമ്മൾ 20ൽ 16 മാർക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ്, അതായത് 80% ഓഫ് മാർക്സ് നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ഇത് ക്രാക്ക് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ചെഗ്ഗിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, അതിനുള്ള ഗൈഡ് ലൈൻസിന്റെ ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ അത് പ്രോപ്പർലി വായിച്ചു കഴിഞ്ഞിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എത്ര മിനിറ്റിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ അക്സെപ്റ്റ് ചെയ്യണം, അങ്ങനെ അത്തരം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ബേസ്ഡ് ഓൺ ആ ഇൻഫർമേഷൻ അതിനെ ബേസ് ചെയ്തുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. അതിലും നമുക്ക് 2 attempts കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിൽ ഇപ്പൊ ഈ 2 ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യല്, പിന്നെ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യണത്, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കൂടി, പിന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പൊ ഓൾ ദീസ് ഇത് നമ്മൾ ആഫ്റ്റർ ഈ 2 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതൊരു പ്രാവശ്യം നമ്മൾ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെയല്ല. ഇനി നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ളത് ഹൗ മച്ച് യു ക്യാൻ ഏൺ, അതായത് നമുക്ക് എത്ര ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി. അത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് എത്ര സമയം ഈ ഒരു ചെഗ്ഗിലെ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇത് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഏർണിങ്സ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാമെങ്കിൽ ഇതിന് ലിമിറ്റേഷൻ ഇല്ല, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോ നമുക്കിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു പ്രോബ്ലം ഇല്ല, വേണേ എൻ്റയർ ഡേ ഇരുന്നാലും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് കറക്റ്റും ഗുഡ് റേറ്റിംഗ്സും ഉള്ളതായിരിക്കണം. ചുമ്മാ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആൻസർ എടുത്ത അത്തരം ആൻസേഴ്സ് ഒക്കെ പിന്നെ പ്ലേജറിസത്തിന് നമുക്ക് ബാഡ് റിവ്യൂ റേറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർലി ഒരു ആൻസർ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് അനുസരിച്ച് ഈ എമൗണ്ട് വേരി ചെയ്യും.
ഇപ്പോ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ കുറച്ചുകൂടി കൂടുതലാണ് എമൗണ്ട്. പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് പെർ ക്വസ്റ്റ്യൻ ഏത് സബ്ജക്ട് എടുത്താലും 90 റുപ്പീസിന്ന് പെർ ക്വസ്റ്റ്യൻ 90 to അറൌണ്ട് 200 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോ സപ്പോസ് ഇമാജിൻ ചെയ്യും, ഒരു ദിവസം നിങ്ങൾ ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്തല്ലോ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ കൂടി വന്നാൽ നിങ്ങൾക്ക് ഒരു 2 hours 3 hours സ്പെൻഡ് ചെയ്താൽ മതിയാകും. ചിലപ്പോൾ അത്രയും കൂടി വേണ്ടി വരില്ല. അപ്പോ അങ്ങനെയുള്ളപ്പോ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ ഏറ്റവും മിനിമം എമൗണ്ട് എടുത്ത് നോക്കിയാൽ പോലും ഇപ്പോ 90 റുപ്പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 180 റുപ്പീസ് 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത. അപ്പൊ ഒരു ദിവസം നമ്മൾ 2 hours സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് ഏറ്റവും മിനിമം കേസ് ആണ് പറയുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ പെർ ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 187 189 അപ്രോക്സിമേറ്റ്ലി അത്രയുമാണ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. അപ്പൊ 189 ആണ് എങ്കിൽ അറൌണ്ട് ഒരു ദിവസം നമ്മൾക്ക് നിയർലി 400ന്റെ അടുത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് സബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ Q&A എക്സ്പേർട്ട് ആയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ എമൗണ്ട് വേരി ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നതിലും ചില ടൈംസിൽ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും നമുക്ക് വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡിലോട്ട്. അതെന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു US ബേസ്ഡ് വെബ്സൈറ്റ് ആണ്. അപ്പൊ മോസ്റ്റ്ലി ഇവിടുത്തെ സ്റ്റുഡൻസ് US ബേസ്ഡ് സ്റ്റുഡൻസ് ആണ്. അപ്പോ അവരുടെ വെക്കേഷനും അവരുടെ ടൈമോ അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഹയസ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് നൈറ്റിലാണ്. അതായത് നമ്മൾ ഒരു 12 രാത്രി ഒരു 12 തൊട്ട് ഒരു പകല് ഒരു 7-6 AM വരെ നമുക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് എത്രയെന്ന ലിമിറ്റ് ഇല്ല, എത്ര ടൈം സ്പെൻഡ് ചെയ്യാം, എത്ര നമ്മുടെ നോളേജ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് 1 lakhലും കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ട്, 3 lakh ഏൺ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമുക്ക് നല്ല സബ്ജക്ട് നോളേജ് ഉണ്ടെങ്കിൽ, നമുക്ക് മാത്സിലൊക്കെ നല്ല സബ്ജക്ട് നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് പൈസ ഏൺ ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു പാൻ കാർഡ് എന്തായാലും വേണം, ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പൊ നമ്മളുടെ പേരിൽ തന്നെ ഉള്ളതായിരിക്കണം അതെല്ലാം. പിന്നെ നമ്മൾ വേറെ ബാങ്ക് അഡ്രസ് പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം വാലിഡ് ആണെന്ന്. പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പൊ സപ്പോസ് ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് ആ പ്രീവിയസ് സെമിസ്റ്ററിന്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇത്രയുമാണ് ചെക്ക് Q&A എക്സ്പേർട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് 100% ജെന്യൂൻ ആണ്, അതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. പിന്നെ പേയ്മെന്റ്സ്, ഇനിയൊരു കാര്യം പറയാനുള്ളത്, പേയ്മെന്റ്സ് നമ്മൾ എപ്പോൾ റിസീവ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ചെക്കില് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എക്സ്പേർട്ട്, അതായത് Q&A എക്സ്പേർട്ട് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ മന്ത്ലി ആണ് പേയ്മെന്റ്. ഇപ്പൊ ചെക്കില് Q&A എക്സ്പേർട്ട് കൂടാണ്ട് ചെക്കില് ട്യൂട്ടറായിട്ടും ജോയിൻ ചെയ്യാം. അത് വേറെ, അതിന്റെ ഇത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോ ചെക്കില് ട്യൂട്ടർ ആണെങ്കിൽ അതിൽ വീക്ക്ലി ആണ് പേയ്മെന്റ്, നമ്മൾ ട്യൂട്ടർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് മന്ത്ലി ആണ് പേയ്മെന്റ്. എവറി മന്ത്, അതായത് അറൌണ്ട് 10th or 15th of മന്തിലാണ് അവർ പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ മന്തിൽ ജോയിൻ ചെയ്താലും അടുത്ത മാസം 10th or 15th ആകുമ്പോൾ ടോട്ടലി നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ്ലി അതിൽ അപ്രൂവ്ഡ് ആകണം നമ്മുടെ ആൻസേഴ്സ്. അപ്പോൾ അക്കോർഡിംഗ്ലി അതിന് ആ ക്വസ്റ്റ്യന്റെ പെർ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.